അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 10 തിങ്കളാഴ്ച. ഫ്രാൻസിലേക്കും അമേരിക്കയിലേക്കുമുള്ള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രാൻസിൽ ഇന്ന് വൈകിട്ട് എത്തുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കും. നാളെ നടക്കുന്ന നിർമ്മിത ബുദ്ധി ഉച്ചകോടിയിൽ മക്രോണിനൊപ്പം മോദി സഹ അധ്യക്ഷനാകും. മാർസേയിൽ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും ഇരു നേതാക്കളും ചേർന്ന് നിർവഹിക്കും. ബുധനാഴ്ച ഫ്രാൻസിൽ നിന്ന് അമേരിക്കയിലെത്തുന്ന നരേന്ദ്രമോദി വ്യാഴാഴ്ച വൈറ്റ് ഹൌസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചു. ഇന്നലെ വൈകുന്നേരത്തോടെ രാജ്ഭവനിലെത്തി ഗവർണർക്ക് രാജിക്കത്ത് നൽകി. മുഖ്യമന്ത്രിക്കൊപ്പം BJP നേതാവും മണിപ്പൂരിലെ മറ്റു മന്ത്രിമാരും ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി ബിരേൻ സിംഗ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജി. മണിപ്പൂർ കലാപത്തിനിടെ നിരവധി തവണ മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും BJP കേന്ദ്ര നേതൃത്വം ഇത് അംഗീകരിച്ചിരുന്നില്ല. 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ ഭരണം പിടിച്ചെടുത്ത BJP സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ടെന്ന് കാട്ടി ലഫ്റ്റനന്റ് ഗവർണറെ കാണാൻ അനുമതി തേടി. ദില്ലി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവാണ് ഗവർണർക്ക് കത്ത് നൽകിയത്. 48 MLA-മാർക്കൊപ്പം ഗവർണറെ കാണാനാണ് അനുമതി തേടിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടതിന് പിന്നാലെ രാജി സമർപ്പിച്ച് ഡൽഹി മുഖ്യമന്ത്രി അതിഷി മർലേന. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയെ നേരിട്ട് കണ്ടാണ് അതിഷി രാജി സമർപ്പിച്ചത്. ഇതിന് പിന്നാലെ രാജ്യ തലസ്ഥാനത്തെ 7ാം മന്ത്രിസഭ പിരിച്ചുവിടുന്നതായി ഗവർണർ അറിയിച്ചു. ജയിൽ മോചിതനായ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാടകീയമായി രാജി പ്രഖ്യാപിച്ചതോടെയാണ് അതിഷി ഡൽഹിയുടെ മുഖ്യമന്ത്രിയായത്. ഡൽഹി തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ വിജയത്തിന് കാരണക്കാർ കോൺഗ്രസ് ആണെന്ന് ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BJP വിരുദ്ധ രാഷ്ട്രീയം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ലെന്നും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസിനും AAPക്കും യോജിച്ച് നിൽക്കാനാവാത്ത സാഹചര്യം സൃഷ്ടിച്ചത് കോൺഗ്രസ് ആണെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. അമേരിക്കയിൽ നിന്നും തിരിച്ചയക്കുന്ന 487 പേരിൽ അമേരിക്ക നൽകിയത് 298 പേരുടെ വിവരങ്ങൾ മാത്രമെന്ന് റിപ്പോർട്ടുകൾ. എന്നാൽ ബാക്കിയുള്ളവരുടെ വിവരങ്ങളും കൂടി വേണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കഴിഞ്ഞ ദിവസം അറിയിച്ചത് ഇനി 487 ഇന്ത്യക്കാരെയാണ് അമേരിക്ക തിരിച്ചയക്കുക എന്നതാണ്. തിരിച്ചയക്കുന്ന ആളുകളെ സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങൾ അമേരിക്ക ഇന്ത്യയ്ക്ക് കൈമാറേണ്ടതുണ്ട്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ കയ്യും കാലും വിലങ്ങണിയിച്ചാണ് നാടു കടത്തിയതെന്നും ചെറിയ രാജ്യങ്ങൾ പോലും ഇതിനെ എതിർത്തുവെന്നും എന്നാൽ ഇന്ത്യ മാത്രമാണ് ഒന്നും ചെയ്യാതിരുന്നതെന്നും കേന്ദ്രത്തെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിദേശകാര്യ മന്ത്രിയടക്കം ഇതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാതിവില തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന് കൈമാറി DGP ഇന്ന് ഉത്തരവിറക്കും. ഓരോ ജില്ലകളിലും പ്രത്യേകം സംഘങ്ങളെ രൂപീകരിച്ചായിരിക്കും അന്വേഷണം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആനന്ദ്കുമാറിനെ പോലീസ് വൈകാതെ ചോദ്യം ചെയ്യും. പ്രതിമാസം അനന്തകൃഷ്ണന്റെ സംഘടനയിൽ നിന്നും ആനന്ദ്കുമാർ പ്രതിഫലം വാങ്ങിയതിന്റെ രേഖകൾ ലഭിച്ച സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ റിട്ടയേർഡ് ജസ്റ്റിസും മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനുമായ CN രാമചന്ദ്രനെ 3ാം പ്രതിയാക്കി പോലീസ്. സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ഡയറക്ടർ അനന്തകുമാറാണ് പെരിന്തൽമണ്ണയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 1ാം പ്രതി. നാഷണൽ NGO കോൺഫെഡറേഷൻ ചെയർമാനാണ് ആനന്ദകുമാർ. പ്രാഥമിക പരിശോധന പോലും നടത്താതെയാണ് പോലീസ് തനിക്കെതിരെ കേസെടുത്തതെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ആരോപിച്ചു. NGO കോൺഫെഡറേഷന്റെ ഉപദേഷ്ടാവായിരുന്നു താനെന്നും ഫെഡറേഷന്റെ രക്ഷാധികാരിയല്ലെന്നും തെറ്റിദ്ധാരണയാണോ മറ്റെന്തെങ്കിലുമാണോ കേസെടുക്കാൻ കാരണമെന്നറിയില്ലെന്നും രാമചന്ദ്രൻ നായർ പറഞ്ഞു. മുനമ്പം കമ്മീഷന്റെ പ്രവർത്തനം മുടക്കാൻ ഒരുപാട് പേർ ഉണ്ടായിരുന്നുവെന്നും മുനമ്പം കമ്മീഷൻ ആയതുകൊണ്ടാണോ കേസ് വന്നതെന്ന് സംശയിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി ചേർത്ത ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ
മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി. കൊച്ചി സ്വദേശിയായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയത്. CN രാമചന്ദ്രൻ നായർക്കെതിരെയുള്ള FIR സഹിതമാണ് പരാതി നൽകിയിട്ടുള്ളത്. തട്ടിപ്പ് കേസിൽ പ്രതിയായ ഒരാൾ കമ്മീഷനായി തുടരുന്നത് ശരിയല്ലെന്ന് പരാതിയിൽ പറയുന്നു. BJP നേതാവ് AN രാധാകൃഷ്ണൻ തന്റെ പക്കൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്ന് തട്ടിപ്പ് നടത്തിയ അനന്തുകൃഷ്ണൻ. സായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ഡയറക്ടർ ആനന്ദകുമാർ പറഞ്ഞതനുസരിച്ചാണ് രാധാകൃഷ്ണനുമായി സഹകരിച്ചതെന്നും AN രാധാകൃഷ്ണന്റെ സൈൻ എന്ന സ്ഥാപനം ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായിരുന്നുവെന്നും താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ തെളിവെടുപ്പിനെത്തിച്ച വേളയിൽ അനന്തകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളം ഇന്ത്യയ്ക്ക് പുതിയ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് മന്ത്രി MB രാജേഷ്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗ് ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സോഷ്യൽ ഓഡിറ്റിംഗ്, പബ്ലിക് ഹിയറിംഗ് എന്നിവ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടി CPM പ്രവർത്തന റിപ്പോർട്ട്. വോട്ടർമാരെ ചേർക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും പുതുതായി ചേർത്ത വോട്ടർമാരെ മനസ്സിലാക്കുന്നതിലും ജാഗ്രത കുറവുണ്ടായെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. ഹയർ സെക്കൻഡറി പരീക്ഷാ സമയം പുനഃക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് KSU കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ഫിലിപ്പ് ജോൺ നിവേദനം നൽകി. എല്ലാ പരീക്ഷകളും ഉച്ചയ്ക്ക് ശേഷം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും ഇസ്ലാം മതവിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ട റമദാൻ വ്രതം മാർച്ച് ആദ്യവാരം ആരംഭിക്കുമെന്നും കടുത്ത ചൂടിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കൂർ പരീക്ഷ എഴുതേണ്ടി വരുന്നത് വ്രതമനുഷ്ഠിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുമെന്നും നിവേദനത്തിൽ വ്യക്തമാക്കുന്നു. വാളയാറിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മരണം ആത്മഹത്യയാകാമെന്ന് കൊച്ചി CBI കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. നേരത്തെ പെൺകുട്ടികളുടെ മരണം ആത്മഹത്യയെന്ന കണ്ടെത്തൽ പാലക്കാട് വിചാരണ കോടതി തള്ളിയിരുന്നു. കുട്ടികളുടെ അരക്ഷിതമായ ജീവിത സാഹചര്യവും ക്രൂരമായ ലൈംഗിക ചൂഷണവും ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള സാധ്യതകളെന്നാണ് CBIയുടെ കണ്ടെത്തൽ. ദേശീയപാതയിൽ ടോൾ പിരിവ് ആരംഭിച്ചതു മുതൽ 13 വർഷത്തെ കണക്കനുസരിച്ച് കരാർ പ്രകാരമുള്ള സുരക്ഷയൊരുക്കാതെ പാലിയേക്കര ടോൾ പ്ലാസയിൽ പിരിച്ചെടുത്തത് 1521 കോടിയെന്ന് റിപ്പോർട്ട്. സുരക്ഷാ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന 11 ബ്ലാക്ക് സ്പോട്ടുകളിൽ 5 പരിഹാര നടപടികൾ കമ്പനി ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിലും നടത്തറ, മരത്താക്കര, പോട്ട ആശ്രമം ജംഗ്ഷൻ, പുതുക്കാട്, കൊടകര, പേരാമ്പ്ര എന്നിവിടങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് കമ്പനി വിവരാവകാശ രേഖയിൽ പറയുന്നു. എലപ്പുള്ളി ബ്രൂവറി ഭൂമി ഇടപാടിൽ ഒയാസിസ് കമ്പനിക്കെതിരെ അനിൽ അക്കര പരാതി നൽകി. കമ്പനികൾക്ക് കേരളത്തിൽ നിയമാനുസരണം 15 ഏക്കർ പുരയിടം മാത്രമേ സ്വന്തമായി വാങ്ങുന്നതിനും കൈവശം വയ്ക്കുന്നതിനും സാധിക്കുകയുള്ളൂവെന്നും എന്നാൽ നിയമവിരുദ്ധമായി രജിസ്ട്രേഷൻ വകുപ്പ് ഒയാസിസ് കമ്പനിക്ക് 24.59 ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകുകയും റവന്യൂ വകുപ്പ് പോക്കുവരവ് ചെയ്ത് കരമടച്ച് നൽകുകയും ചെയ്തുവെന്നും അനിൽ ആരോപിക്കുന്നു. ഈ പ്രവൃത്തികൾ തികച്ചും നിയമവിരുദ്ധവും അഴിമതിയുമാണെന്നും കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അനിൽ അക്കര പരാതി സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കും വിജിലൻസ് ഡയറക്ടർക്കും നൽകിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി മാർത്തോമ സഭ പരമാധ്യക്ഷൻ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത. എലപ്പുള്ളിയിലെ മദ്യപ്ലാന്റും പത്തനംതിട്ടയിലെ പോലീസിന്റെ അതിക്രമവും അടക്കമുള്ള വിഷയങ്ങളിലാണ് വിമർശനം. സമൂഹത്തെ മദ്യത്തിൽ മുക്കുന്ന നീക്കമാണ് എലപ്പുള്ളിയിലെ മദ്യപ്ലാന്റെന്നും മദ്യത്തിൽ മുങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിയാൽ അത് നാടിനെ സർവനാശത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പനമരം പോലീസ് സ്റ്റേഷനിലെ CI അഷ്റഫ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ച് CPM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖ്. CPM നേതാക്കൾക്കെതിരെ പോലീസ് കള്ളക്കേസ് എടുക്കുന്നുവെന്നാരോപിച്ച് സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു പരാമർശം. CI അഷ്റഫ് തിരിച്ചടി അനുഭവിക്കേണ്ടി വരുമെന്നും വളരെ ഉത്തരവാദിത്വത്തോടെ തന്നെയാണ് പറയുന്നതെന്നും അനുഭവിക്കാനുള്ള ഘട്ടമാണ് അഷ്റഫിന് വരാനുള്ളതെന്നും K. റഫീഖ് വെല്ലുവിളിച്ചു. കണ്ണൂർ ആറളം ഫാമിൽ സ്വകാര്യ സംരംഭകരുമായുള്ള പങ്കാളിത്ത കൃഷിക്കെതിരെ ഇടത് സംഘടനകൾ സമരത്തിന്.
ആദിവാസി ക്ഷേമ സമിതി ഇന്ന് കുടിൽ കെട്ടി സമരം തുടങ്ങും. പട്ടികവർഗ വകുപ്പിന്റെ ഭൂമി പാട്ടത്തിന് നൽകി ഫാമിനെ സ്വകാര്യവൽക്കരിക്കുന്നു എന്നാണ് ആക്ഷേപം. എന്നാൽ ഫാമിനെ ലാഭത്തിലാക്കാനും ആദിവാസികൾക്ക് തൊഴിൽ ഉറപ്പാക്കാനുമുള്ള പദ്ധതിയാണിതെന്ന് മാനേജ്മെന്റ് വിശദീകരിക്കുന്നു. സിനിമ സീരിയൽ നടൻ തൃപ്പൂണിത്തുറ കണ്ണംകുളങ്ങര പനങ്കാവിൽ അജിത് വിജയൻ അന്തരിച്ചു. ഒരു ഇന്ത്യൻ പ്രണയകഥ, അമർ അക്ബർ അന്തോണി, ബാംഗ്ലൂർ ഡേയ്സ് എന്നിങ്ങനെ നിരവധി സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മുന്നണിയിൽ പൊട്ടിത്തെറി രൂക്ഷമാകുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഇന്ത്യ സഖ്യ നേതാക്കൾ. തമ്മിൽ തല്ലി അവസാനിക്കണോ അതോ മുന്നോട്ട് പോകണോ എന്ന് AAPയും കോൺഗ്രസും തീരുമാനിക്കണമെന്ന് ശിവസേന ആവശ്യപ്പെട്ടു. സഖ്യകക്ഷികളുടെ ഈഗോ തുടർന്നാൽ ദില്ലി ഇനിയും ആവർത്തിക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. NCP, നാഷണൽ കോൺഫറൻസ്, സമാജ്വാദി പാർട്ടി നേതാക്കളും ആശങ്ക പങ്കുവച്ചു. തമ്മിൽ തല്ലുന്ന സാഹചര്യം BJPക്ക് കൂടുതൽ സഹായമായെന്നാണ് നേതാക്കൾ അഭിപ്രായപ്പെട്ടത്. അതേസമയം AAP സഹസ്ഥാപകനും അഭിഭാഷകനുമായ പ്രശാന്ത് ഭൂഷണും കെജ്രിവാളിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തി. പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കെജ്രിവാളിന് മാത്രമാണെന്ന് പ്രശാന്ത് ഭൂഷൺ എക്സിൽ കുറിച്ചു. 2026 നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിലപാട് വ്യക്തമാക്കി നടൻ വിജയിന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം. TVK ഉൾപ്പെട്ട സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിജയ് ആയിരിക്കുമെന്നും ഇത് അംഗീകരിക്കുന്നവരുമായി മാത്രമാകും സഖ്യ ചർച്ചയെന്നുമാണ് നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ദില്ലിയിലെ മുസ്തഫാബാദ് മണ്ഡലത്തിന്റെ പേര് മാറ്റാൻ തീരുമാനം. മുസ്തഫാബാദ് എന്ന് മാറ്റി ശിവപുരി എന്നാക്കി മാറ്റുമെന്നാണ് നിയുക്ത MLA മോഹൻ സിംഗ് ബിഷ്ട് പ്രഖ്യാപിച്ചത്. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 31 നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടതായി പോലീസ് അറിയിച്ചു. ഏറ്റുമുട്ടലിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ജീവൻ നഷ്ടമായെന്നും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നും പോലീസ് പറഞ്ഞു. വരാനിരിക്കുന്ന റമദാനിൽ എല്ലാത്തരം സംഭാവനകളും പണമായി നൽകുന്നതിന് കുവൈറ്റ് സാമൂഹിക കാര്യ മന്ത്രാലയം വിലക്കേർപ്പെടുത്തി. ചാരിറ്റബിൾ സംഘടനകൾ ഇലക്ട്രോണിക് പേയ്മെന്റ് രീതികളിലേക്ക് മാറണമെന്ന് ആവശ്യപ്പെട്ടു. രജിസ്റ്റർ ചെയ്ത ചാരിറ്റബിൾ സൊസൈറ്റികൾക്കയച്ച സർക്കുലറിലാണ് ഈ പുതിയ നിർദ്ദേശം. വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥ പ്രകാരം ഗാസയിലെ പ്രധാന ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറി. വടക്കൻ ഗാസയുടെയും തെക്കൻ ഗാസയുടെയും നടുവിലായി സ്ഥിതി ചെയ്യുന്ന നെറ്റ്സാരിം ഇടനാഴിയിൽ നിന്നാണ് സൈന്യം ഇന്നലെ പിന്മാറിയത്. സൌദി അറേബ്യയ്ക്കുള്ളിൽ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതികരണവുമായി അറബ് രാഷ്ട്രങ്ങൾ. പ്രകോപനപരവും തള്ളിക്കളയേണ്ടതുമാണ് പ്രസ്താവനയെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. പലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങൾ തള്ളിക്കളയുന്നുവെന്നും UAE വ്യക്തമാക്കി. കൊക്കൈന് നിയമപരമായ അനുമതി നൽകിയാൽ മാഫിയകളെ തകർക്കാൻ കഴിയുമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ. കൊക്കൈൻ നിയമവിരുദ്ധമാകാൻ കാരണം അത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നാണ് വരുന്നത് എന്നതുകൊണ്ടാണെന്നും അല്ലാതെ കൊക്കൈൻ വിസ്കിയേക്കാൾ മോശമായതുകൊണ്ടല്ലെന്നും ഗുസ്താവോ പെട്രോ അഭിപ്രായപ്പെട്ടു. അമേരിക്കൻ സർക്കാരിന്റെ ഡോജ് ടീമിനെ നയിക്കുന്ന ഇലോൺ മസ്കും ഡോജ് ടീമും മികച്ചതെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മസ്കിന്റെ പ്രവർത്തനങ്ങൾ കോടതി വിലക്കിയ സാഹചര്യത്തിലാണ് ട്രംപ് പ്രതികരിച്ചത്. ഒന്നും നേടാനില്ലാതെയാണ് സർക്കാരിന് വേണ്ടി മസ്ക് പ്രവർത്തിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. ഇനി വിദ്യാഭ്യാസ വകുപ്പിലും പെന്റഗണിലും ചിലവുകൾ വെട്ടിക്കുറക്കുമെന്നും പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കി. കായിക മേഖലയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ പുതിയ സമിതി രൂപീകരിച്ചു. കായിക വിദഗ്ധരുടെ ഉപദേശക കൌൺസിൽ എന്ന പേരിലാണ് പുതിയ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവിയാണ് 17-അംഗ സമിതിയുടെ അധ്യക്ഷൻ. ഷൈനി വിൽസൺ, മേരി കോം, സൈന നെഹ്വാൾ, ലിയാൻഡർ പേസ് തുടങ്ങിയവർ സമിതിയിൽ അംഗങ്ങളായിരിക്കും. 2020 പരമ്പരയ്ക്ക് പിന്നാലെ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയും ഇന്ത്യയ്ക്ക് സ്വന്തം. ഇന്നലെ കട്ടക്കിൽ നടന്ന 2ാം ഏകദിനത്തിൽ 4 വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ വിജയം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് 69 റൺസെടുത്ത ജോ റൂട്ടിന്റെയും 65 റൺസെടുത്ത ബെൻ ഡെക്കറ്റിന്റെയും മികവിൽ 304 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ സെഞ്ചുറിയുമായി ഫോമിലേക്കുയർന്ന 119 റൺസെടുത്ത രോഹിത് ശർമ്മയുടെയും 60 റൺസെടുത്ത ശുഭ്മാൻ ഗില്ലിന്റെയും കരുത്തിൽ ഇംഗ്ലണ്ട് മുന്നോട്ട് വച്ച 305 റൺസ് വിജയലക്ഷ്യം
33 പന്തുകൾ ശേഷിക്കെ മറികടന്നു. 12 4-ന്റെയും 7 6-ന്റെയും അകമ്പടിയോടെയാണ് രോഹിത് ശർമ്മ 90 പന്തിൽ നിന്ന് 119 റൺസ് എടുത്തത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.